ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് എവറസ്റ്റ് കൊടുമുടി, ഏതാണ്ട് 8 കിലോമീറ്ററിൽ കൂടുതൽ ഉയരം. ഇതാണ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. എന്നാൽ ഭൂമിയിലെ ഏറ്റവും ആഴം ഉള്ള സ്ഥലം ഏതാണ്? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എത്ര മീറ്റർ ആഴം ഉണ്ടാവും? അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് സമുദ്രത്തിൽ. അതാണ് ചലഞ്ചർ ഡീപ്പ്. ഇതിൽ എവറസ്റ്റ് കൊടുമുടി ഇറക്കി വെച്ചാൽ പൂർണ്ണമായും മുങ്ങിപ്പോവും. ഏകദേശം 11 കിലോമീറ്റർ ആഴം. ഇന്നത്തെ വീഡിയോയിൽ ചലഞ്ചർ ഡീപ്പ് അടങ്ങിയ മരിയാന ട്രെഞ്ചിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക് മഹാസമുദ്രത്തിലെ ജപ്പാന് തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന മരിയാന ദ്വീപുകളിൽ നിന്നും 200 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയപ്പെടുത്തുന്നതും ഭയാനകവുമായ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് മരിയാന ട്രെഞ്ച്. 2550 കിലോമീറ്റർ നീളവും 69 കിലോമീറ്റർ വീതിയിലും ഉള്ള ഈ കിടങ്ങിന് ചന്ദ്രക്കല ആകൃതി ആണുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് ചലഞ്ചർ ഡീപ്പ്. മരിയാന ട്രെഞ്ചിന്റെ തെക്കേ അറ്റത്ത് ആണിത് സ്ഥിതി ചെയ്യുന്നത്. 11 കിലോമീറ്ററിൽ കൂടുതലാണ് ഇവിടുത്തെ ആഴം. മനുഷ്യൻ ഇന്നേവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ സ്ഥലം. ബ്രിട്ടീഷ് സർവേ കപ്പലായ HMS ചലഞ്ചറാണ് 1875-ൽ ഈ നിഗൂഢ ഗർത്തം കണ്ടെത്തിയത്. അങ്ങനെയാണ് ചലഞ്ചർ ഡീപ്പ് എന്ന പേര് വന്നത്. 1960 ജനുവരി 23-ന് സ്വിസ് പര്യവേക്ഷകനായ ജാക്കോസ് പിക്കാർഡും അമേരിക്കൻ പര്യവേക്ഷകനായ ഡോൺ വാൽഷും ചലഞ്ചർ ഡീപ്പിന്റെ അടിത്തട്ടിൽ എത്തിച്ചേർന്നു. 2012 മാർച്ച് 26-ന് ഹോളിവുഡ് ചലച്ചിത്രകാരൻ ജെയിംസ് കാമറൂൺ ഡീപ് സീ ചാലഞ്ചർ എന്ന സമുദ്രാന്തർ വാഹനത്തിൽ ചാലഞ്ചർ ഡീപ്പിലെ 35,756 അടി താഴ്ചയിൽ പര്യവേക്ഷണം നടത്തി. ഏറ്റവും അവസാനം പര്യവേഷണം നടന്നത് ജൂലൈ 2022-ലാണ്. ചലഞ്ചർ ഡീപ്പിന്റെ ആഴത്തിലേക്ക് നമുക്കൊരു യാത്ര നടത്തിയാലോ? കടലിന്റെ 5 വ്യത്യസ്ത സോണുകളിലൂടെ അത്ഭുതപ്പെടുത്തുന്നതും ഭയാനകവുമായ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പോവാൻ തയ്യാറെടുക്കുന്നത്. കടലിന്റെ ഉപരിതല സോൺ ആയ എപ്പിപെലജിക് സോണിലൂടെ ആണ് ആദ്യം നമ്മൾ കടന്നു പോകുന്നത്. സൺലൈറ്റ് സോൺ എന്നും അറിയപ്പെടുന്നു. 200 മീറ്റർ വരെയാണ് ഈ സോണിന്റെ ആഴം. ഇവിടെ നമുക്ക് സ്രാവുകളെയും ഡോൾഫിൻ, ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗല സ്രാവുകളും, ഓർക്ക എന്നറിയപ്പെടുന്ന കടലിലെ അപേക്സ് പ്രെഡേറ്റർ ഗണത്തിൽ പെടുന്ന കൊലയാളി തിമിംഗലങ്ങളെയും കാണുവാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇവിടെ വെച്ചാൽ പൂർണ്ണമായും മുങ്ങിപ്പോവും. ട്വിലൈറ്റ് സോൺ എന്നറിയപ്പെടുന്ന മെസോപെലാജിക് സോണിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയാണ് ഈ സോണിന്റെ ആഴം. ഇവിടെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീല തിമിംഗലങ്ങളെയും കൊടൂര വിഷമുള്ള കടൽപ്പാമ്പുകളെയും ഇലുകളെയും ക്രിൽ എന്ന ചെറുജീവികളെയും ജയന്റ് സ്ക്വിഡുകളെയും കാണുവാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഇവിടെ ഇറക്കി വെച്ചാൽ പൂർണ്ണമായും മുങ്ങിപ്പോവും. ഇനിയങ്ങോട്ടുള്ള യാത്രയിൽ അതിശക്തമായ മർദ്ദമാണ് നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞ സൂര്യപ്രകാശം ഒട്ടും എത്തിച്ചേരാത്ത ബാത്തിപെലജിക് സോണിലാണ്. മിഡ്നൈറ്റ് സോൺ എന്നാണിത് അറിയപ്പെടുന്നത്. ഇപ്പോൾ മുതൽ നമുക്ക് ശക്തമായ മർദ്ദം അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. 1000 മുതൽ 4000 മീറ്റർ വരെയാണ് ഇവിടത്തെ ആഴം കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ് ആണിവിടത്തെ താപനില. ഇവിടെ നമുക്ക് ഭീമാകാരവും വിചിത്രവുമായ ഒട്ടനവധി ജീവികളെ കാണുവാൻ സാധിക്കും. നീളമുള്ള ശരീരവും കൂർത്ത വലിയ നിര പല്ലുകളുമുള്ള ബ്ലാക്ക് ഡ്രാഗൺ ഫിഷിനെ ഈ മേഖലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ ഏറ്റവും വലിയ സ്രാവായ വൈറ്റ് ഷാർക്കുകളെയും സ്പെയിൻ തിമിംഗലങ്ങളെയും ഭീമൻ വാമ്പയർ സ്ക്വിഡുകളെയും കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കടലിന്റെ ശരാശരി ആഴം കടന്നു കഴിഞ്ഞ് അബിസോപെലാജിക് സോണിൽ എത്തിയിരിക്കുന്നു. അബിസൽ സോൺ എന്നും ഇവിടം അറിയപ്പെടും. ചലഞ്ചർ ഗർത്തം കണ്ടെത്തുന്നതിന് മുൻപ് വരെ നമ്മൾ കരുതിയിരുന്നത് ഇവിടെയാണ് കടലിന്റെ ഏറ്റവും ആഴമേറിയ സ്ഥലം എന്നാണ്. 4000 മുതൽ 6000 മീറ്റർ വരെയാണ് ഇവിടുത്തെ ആഴമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ ജീവികളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. തന്നെക്കാൾ വലിയ ഇരയെ വരെ വിഴുങ്ങുന്ന ചെറിയ ശരീരവും വലിയ തലയുമുള്ള, തലയിൽ തിളങ്ങുന്ന ആന്റിന പോലുള്ള ഭാഗമുള്ള ആംഗ്ലർ ഫിഷ് വംശനാശം സംഭവിച്ചെന്ന് കരുതിയ വിചിത്ര രൂപമുള്ള ഫ്രിൽ ഷാർക്കുകളെയും ഈ മേഖലയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതിശക്തമായ മർദ്ദമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്.
അബിസൽ സോണിൽ നിന്നും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ചലഞ്ചർ ഗർത്തം ഉൾപ്പെട്ട ഹാഡോപെലാജിക് സോണിലേക്കാണ്. 6000 മുതൽ 11,000 മീറ്ററിൽ കൂടുതൽ ദൂരമുള്ള മേഖലയാണ് ഹാഡോപെലാജിക് സോൺ എന്നറിയപ്പെടുന്നത്. ഇന്നേവരെ നമ്മൾ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണിവിടം. ഈ പേര് വരാനുള്ള കാരണം ഗ്രീക്ക് ഐതിഹ്യത്തിലുള്ള പാതാളത്തിന്റെ ദേവനായ ഹെഡീസ് ദേവന്റെ പേരിൽ നിന്നുമാണ് നൽകിയിരിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ ഒരു തരി പോലും ഇവിടേക്ക് എത്തിച്ചേരുന്നില്ല. പൂർണ്ണമായും ഇരുട്ടിൽ മൂടിയ കഠിനമായ തണുപ്പും ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തിന്റെ 1000 മടങ്ങ് മർദ്ദവുമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്. അതായത് എല്ലുകൾ പോലും പൊടിഞ്ഞു പോവുമെന്ന് ചുരുക്കം. ഈ കഠിനമായ അവസ്ഥയിലും ജീവൻ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. നട്ടെല്ലില്ലാത്ത ജീവികളെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. സ്നെയിൽ ഫിഷുകൾ, ഡംബോ ഒക്ടോപസ് തുടങ്ങി ഒട്ടനവധി സൂക്ഷ്മജീവികൾ എന്നിവയെ ഇവിടെ കാണുവാൻ സാധിക്കും. ചലഞ്ചർ ഗർത്തത്തിന്റെ അടിത്തട്ടിൽ നമ്മൾക്ക് കണ്ടു പരിചയമുള്ള ഒരു വസ്തു കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് പ്ലാസ്റ്റിക്. നമ്മൾ മനുഷ്യർ ഈ ഭൂമിയെ എത്രത്തോളം മലിനമാക്കപ്പെട്ടു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നേവരെ മനുഷ്യൻ സമുദ്രങ്ങളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ചലഞ്ചർ ഗർത്തത്തിനേക്കാൾ ആഴമേറിയ സ്ഥലം സമുദ്രങ്ങളിൽ മറഞ്ഞു കിടക്കുന്നുണ്ടാകും. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video.